കഴിഞ്ഞ കാലം ഞാനോർത്തിടുമ്പോൾ ഇതിനൊന്നും യോപചാസ്തോത്രം ബലത്തോടെ നിർത്തിയല്ലോ കഴിഞ്ഞ കാലം ഞാനോർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലേ ബലഹീനനാ ബലത്തോടെ നിർത്തിയല്ലോ Fire of God, let the rest of the land to glory and felicity. Lord, hallelujah, 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 hallelujah. Lord, 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 Lord. Rabia, la
മഹിമയാക്കിടുമേ. തൂയവനേ, തൂയവനേ, പാടപ്പിൻ കാരണരേ. കളിമണ്ണാണ് എന്നെയുമേ, കണ്ണോക്കി പാത്തിടുമേ. കളിമണ്ണാണ് എന്നെയുമേ, കണ്ണോക്കി പാത്തിടുമേ. അപ്പച്ചാ സ്തോത്രം അപ്പച്ചാ, സ്തോത്രം അപ്പച്ചാ, സ്തോത്രം അപ്പച്ചാ, സ്തോത്രം അപ്പച്ചാ, സ്തോത്രം അപ്പച്ചാ, സ്തോത്രം അപ്പച്ചാ. ഏറെ നാളായി കാണാൻ ആശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനേ, ഏറെ നാളായി കാണാൻ ആശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനേ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണങ്ങിടുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണങ്ങിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നീതിമാനായ സിദ്ധന്മാർ, ജീവനും വേറുത്ത വീരന്മാർ, നീതിമാന്മാരായ സിദ്ധന്മാർ, ജീവനും വേറുത്ത വീരന്മാർ, നിനകേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിയിടുമേ. നിനകേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിയിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുമേ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. താതൻ പേർക്കായി സേവ ചെയ്തതാ, താതനെ എന്നെ മാനിക്കുവാനായി. താതൻ പേർക്കായി സേവ ചെയ്തതാ, താതനെ എന്നെ മാനിക്കുവാനായി. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളാ. തരുമോരോരോ ബഹുമാനം വിളങ്ങിടും കിരീടങ്ങളാ. അവൻ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലേം നഗരമതിൽ, കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലേം നഗരമതിൽ. സദാകാലം ഞാൻ മണവാട്ടിയായി വരനോട് കൂടെ വാഴുമേ. സദാകാലം ഞാൻ മണവാട്ടിയായി വരനോട് കൂടെ വാഴുമേ. ദൂതസംഘമാകവേ എന്നെ
जिस नाम में, जिस नाम में, जिस नाम में है जिंदगी, यीशु है वो नाम, यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है। जिस नाम में है मुक्ति, जिस नाम में है शक्ति, जिस नाम में है शांति, देता वो नाम जगाए। जिस नाम में है मुक्ति, जिस नाम में है शक्ति, जिस नाम में है शांति, देता वो नाम जगाए। जिस नाम में है जिंदगी, यीशु है वो नाम, जिस नाम में है बंदगी, यीशु है वो नाम, यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है। बीमारी से, गरीबी से, श्रापों से है छुड़ाता, वो नाम है जो अंधों को रोशनी भी है देता। बीमारी से, गरीबी से, श्रापों से है छुड़ाता, वो नाम है जो अंधों को रोशनी भी है देता। जिस नाम में है जिंदगी, यीशु है वो नाम, जिस नाम में है बंदगी, यीशु है वो नाम, यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है। जिस नाम में है मुक्ति, जिस नाम में है शक्ति, जिस नाम में है शांति, देता वो नाम चंगाई। जिस नाम में है मुक्ति, जिस नाम में है शक्ति, जिस नाम में है शांति, देता वो नाम चंगाई। जिस नाम में है जिंदगी, यीशु है वो नाम, जिस नाम में है बंदगी, यीशु है वो नाम, यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है। ओ यीशु तेरा नाम सबसे ऊंचा। ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ദൈവത്തെ ആരാധിപ്പാൻ ഒരിക്കൽ കൂടെ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ അവസരം തന്നു എന്ന് വേണ്ടതാണ്. We can sing like this, that God gave us opportunity one more time to come to His presence and worship Him. ആമേൻ. നമ്മൾ കൃതാവാക്കളെ We should not take it lightly. ഹല്ലേലൂയ. Hallelujah. ദൈവത്തെ നാം ആരാധിക്കും. We all should worship God. ആരാധിക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, One thing we should remember when we worship, എൻ്റെ ആരാധന ദൈവസന്നിധിയിൽ എത്തോ ഇല്ല. whether my worship reached
heaven or not. അതാണ് വളരെ important. That's the most important thing. വ്യക്തിപരമായിട്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. We should worship God individually. അപ്പോൾ ഞാൻ സ്തുതിക്കുന്നത് എൻ്റെ ആരാധന ദൈവസന്നിധിയിൽ ചെല്ലണം. When I worship, when I praise, my worship and praise should reach the presence of God. അവിടെ ചെല്ലുമ്പോൾ മാത്രമേ ദൈവത്തിന് അത് പ്രസാദമാകൂ. When it reaches heaven, when it reaches the presence of God, then only God will be pleased with us. ഹല്ലേലൂയ. Hallelujah. ആമേൻ. Amen. അതുകൊണ്ട് അശ്രദ്ധയായിട്ടിരിക്കുക. You should not look here and there. ആമേൻ. ഉറങ്ങിക്കൊണ്ടിരിക്കരുത്. You should not sleep here. മയങ്ങിക്കൊണ്ടിരിക്കരുത്. You should not sleep place. ആമേൻ. സ്തോത്രം. മന്ദതയോടെ ദൈവത്തെ ആരാധിക്കാൻ പാടില്ല. ഉത്സാഹം. Should not be in slumber. We should be having the enthusiasm to worship God. വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, By faith, നന്ദിയോടെ by love, by thanksgiving, we should come to ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May God bless us. ചില നിമിഷം കൂടെ ദൈവത്തെ ആരാധിക്കാം. Let's worship Him for a few more minutes. ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ Lord, stand up in the presence. ഹല്ലേലൂയ. സ്തോത്രം. കരുണാനിധി കാൽവരി അൻപേ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. കരുണാനിധിയെ കാൽവരി അൻപേ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. കൃപായേകേണം കൃപാനിധിയെ 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 കൃപായേകേണം കൃപാനിധിയെ 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 മുൻപേ പോയാതെ പിൻപേ ഗമിപ്പാൻ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. ആമേൻ. കരുണാനിധിയെ കാൽവരി അൻപേ നീ മാത്രമാണ് എനിക്കാധാരം. ആമേൻ. നീ മാത്രമാണ് എനിക്കാധാരം. ദാതാ നിന്നിഷ്ടം മണ്ണിൽ ഞാൻ ചെയ്യുവാൻ തന്നിൽ വസിപ്പാൻ ഉന്നതം ചേരാൻ. ദാതാ നിന്നിഷ്ടം മണ്ണിൽ ഞാൻ ചെയ്യുവാൻ തന്നിൽ വസിപ്പാൻ ഉന്നതം ചേരാൻ. ത്യാഗം ചെയ്യും നീ പാഴ്മണ്ണിനാശ ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ. ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ. കരുണാനിധി കാൽവരി അൻപേ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. മാറായിലീമേൽ പാറയിൻ വെള്ളം മാറാത്തോനേകം മാധുര്യമല്ല. മാറായിലീമേൽ പാറയിൻ വെള്ളം മാറാത്തോനേകം മാധുര്യമല്ല. രാഗം യാഗം രാപകൽ യാനോ യോർദാനിൻ തീരമെന്നാശ്വാസം. യോർദാനിൻ തീരമെന്നാശ്വാസം. ആമേൻ. കരുണാനിധിയെ കാൽവരി അൻപേ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. സിയോനെ ചെല്ലന്നു കാണൂ അങ്ങ്
സേറും തിരുമുഖമേ ഹൃദയത്തിനാനന്ദമേ കൈകൾ തുടിക്കുന്നതറിയുന്നു Let us to Shalakos. Bring
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 68 സങ്കീർത്തനം 1-2. The Psalm 68. Psalm 68 verses 1 to 2. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. പുക പതറിപ്പോകുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു. തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു. നിങ്ങളൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. പറ. We need to understand one thing. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും മനസ്സിലാക്കണം, നമ്മൾ ദൈവമുണ്ട്, നമുക്ക് ദൈവമുണ്ട്, നമ്മൾ ദൈവത്തെ ആരാധിക്കുക, ദൈവം നമ്മെ അറിയുന്നു. ഇതെല്ലാം ശരിയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തിരിക്കണം. Praise the Lord. We are children of God. We are doing everything as God tells us to do, everything said and done. There are some things which you need to do in order for your deliverance, not another. You yourself need to do, and you need to do it. ഇത് നിങ്ങൾ മറക്കല്ലേ? Never forget. ആമേൻ. ഈ ലോകത്ത് നമുക്കൊരു എതിരാളി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കണം. You need to understand, and I need to understand, that you and I have got an adversary on this earth. ഒന്നാമത് ആ ശത്രു നമ്മുടെ ആത്മീക ജീവിതത്തിനെതിരെയാണ്. Praise the Lord. One of the important things that He would like to strip off you is your spiritual life, your salvation, and your righteousness. രണ്ട്, അവൻ നമ്മുടെ ഭൗതിക നന്മയ്ക്കെതിരെയുണ്ട്. Second, first, your spiritual matters He would like to strip off you. He knows if He takes that away from you, then the rest will also fall into trouble. So the next his attack would be against your materialistic life. നമ്മുടെ ശരീര മേഖലയ്ക്കെതിരെയുണ്ട്. And after that, his next attack would be against your health. യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്ന പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് നമുക്ക് അധികാരം തന്നു. Praise the Lord. The Lord Jesus Christ called His disciples and He said, all authority in heaven and earth has been given unto me, and I give it to you. He said, you've given you the authority to trample over the serpent and the scorpion, and nothing shall do you harm at no time. നമ്മളാണ് ചവിട്ടേണ്ടത്. We are the ones that need to trample upon the serpent and scorpion. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗ്ഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. ആരാണ് അഴിക്കേണ്ടത്? നമ്മളാണ് അഴിക്കേണ്ടത്. The word of the Lord says, what you bind in heaven would be bound on earth. What you unbind there in heaven would be unbound here on this earth. Who is the one that has to unbind it here on the earth? You need to do it because He gave you the authority He received from Father God. ആമേൻ. Praise the Lord. നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. Bible has said, specified so many things that you and I need to do on our own. We need to do it by ourselves. പക്ഷെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. But the underlying fact is, ഒറ്റയ്ക്കല്ല ഈ കാര്യം ചെയ്യുന്നത്. the fact is this, that you are not fighting your battles alone. നമ്മുടെ കൂടെ ദൈവമുണ്ട്. Praise the Lord. He is there with you to fight the battle for you. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. We can never ever fight against the force of നമ്മൾ darkness. ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടെ ദൈവം കൂടെ. Praise the Lord. When you set your foot forward saying, I am going into battle against the enemy who is attacking my spiritual, my materialistic, my physical realm, I am going to advance against the troop. And that's when He'll give you the rights or the strength to scale the wall that is there. ഒരു സഭയെ വന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് എല്ലാ യുദ്ധങ്ങളും ജയിക്കാൻ കഴിയും, പാസ്റ്റർ പ്രാർത്ഥിച്ചതുകൊണ്ട് എനിക്കെല്ലാം വിടുതലായി എന്നൊന്നും ആരും പറയരുത്. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരും ചെയ്യണം. So never presume that I'm coming to the church, I give a tithing, I do this, everything that's required as a religious Christian, I go about doing, so then I can win all my battles. Never say so. Praise the Lord. Praise the Lord. നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ ചെയ്യുമ്പോഴാ ദൈവത്തിന് ഉത്തരവാദിത്തം ചെയ്യുന്നു. When I do my part, when I do what I need to do, then the Lord will help me. He will stand by me and fight the battle for me. അപ്പോൾ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു സമയമാണ് ദൈവം എഴുന്നേൽക്കുന്നത്. Praise the Lord. There is a time in my life when my Lord will arise on behalf of me. Praise the Lord. ആ സമയത്ത് നാം ദൈവത്തോട് കൂടെ നിൽക്കണം. And when He arises to fight on behalf of me, I need to stand beside Him as well. കാരണം നമ്മുടെ നന്മയുടെ മേൽ, അവകാശത്തിന്റെ മേൽ
ദൈവിക വചനത്തിലുള്ള വാക്തത്വങ്ങൾ ധാരാളമുണ്ട്. ഈ വാക്തത്വങ്ങൾക്ക് മേൽ നമുക്കത് ലഭിക്കാതെ, ദൈവം നമ്മളോട് പറഞ്ഞ വാക്തത്വങ്ങളെ ഇതൊക്കെ തരാതെ അതിൻ്റെ മേൽ അവകാശം പറഞ്ഞു കിടക്കുന്ന ശക്തികളുണ്ട്. There are many promises that the Lord has given you in the Word of God. There are so many visions and revelations that the Lord has spoken through you, for you, about what the life of you lies ahead. How is it that you're going to advance in your life? When God has set a plan, He started out a plan for you. Understand, it's not a smooth riding, but rather than that you will have hurdles, you'll have a lot of road blockers. There'll be so many things that will be there as a hindrance when the devil builds walls before you so that he can hinder your growth further. ഹല്ലേലൂയ. Praise the Lord. പിശാച് നമ്മൾ നിരാശ കൊണ്ടുവരുന്ന ആരാ? Who brings in disappointments? ദൈവമാണോ? സംശയം കൊണ്ടുവരുന്ന ആരാ? Who brings in doubts into you? പിശാചാണ്. ഭയം കൊണ്ടുവരുന്ന ആരാ? Who brings in fear? മനോവ്യതകളും വിഷാദങ്ങളും ദുഃഖങ്ങളും എല്ലാം കൊണ്ടുവരുന്നത് അവൻ്റേതാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാനാണ് ഈ പിശാച് വാദിക്കുന്നത്. നമ്മുടെ നന്മകളെ ഇല്ലാതാക്കാൻ, നിത്യത നശിപ്പിച്ച് കളയാനാ പിശാച് നമ്മളോട് യുദ്ധം ചെയ്യുന്നത്. All the mental stress, turmoil that you undergo in your life is all the attacks of the evil one. These are the weapons. Okay, everything negativity that comes into your life does not come to you from God, but everything negative that comes into your mindset is not from God. It's from the adversary, the devil, the liar, the accuser of brethren. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഞാനിവിടെ നിന്ന് ആരാധിക്കുമ്പോൾ അല്പസമയം ഞാൻ എനിക്ക് വേണ്ടി ചിലപ്പോൾ ഞാൻ കുറച്ചു നേരം യുദ്ധം ചെയ്യുന്നതായിരുന്നു. At times, when you're in the spiritual realm, the Spirit will take you to such a realm where you'll be able to understand the warfare that's coming against your life also. So there are chances, even Pastor Uncle was here, he was fighting the battling that is coming against ചില him. സമയത്ത് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി യുദ്ധം ചെയ്തു. At times, I fight for my family. ചിലപ്പോൾ ഞാൻ ശുശ്രൂഷയ്ക്കെതിരെ നിൽക്കുന്ന പോരാട്ടങ്ങൾക്ക് യുദ്ധം At times when I find that there's a warfare that's coming against my ministry, in the ministry the Lord has placed me in, I fight my battle accordingly. ചിലപ്പോൾ ഞാൻ സഭയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യും. At times I fight for the body of Christ, the flock that has been entrusted in my care. I fight on behalf of them. നമ്മൾ ആത്മ നിറവിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് സന്ദേശം ലഭിക്കും, നീ ഇതിനു വേണ്ടി ആത്മാവിൽ പോരാടി. Praise the Lord. When you are in the fullness of the Spirit, the Holy Spirit will guide you in such a manner, saying that this is a realm against, the tactics of the evil one. The arrow of the devil is coming from this realm. You need to go and attack. You need to send an anti-missile against a missile that is coming against this realm of your life or whatever is your entrustment. ആ സന്ദേശം നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് തോന്നിപ്പിക്കുന്ന തോന്നല് സമയത്താണ് ദൈവം എനിക്ക് വേണ്ടി എഴുന്നേറ്റ്. Praise the Lord. Hallelujah. When that comes into your mind, when the Spirit tells you that this is a battle that is coming against this particular realm that you have gotten entrustment of, or what is there in your life, then that is a time when I am ready, I am fit, I've girded myself with the full armor of the Lord, I am ready to fight my battle. And when I stand up to fight the battle, that's when my Savior will come. My God will arise along with me. Hallelujah. നമ്മളോട് ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ സന്ദേശം നമുക്ക് ലഭിക്കും, ദൈവത്തിന്റെ ആത്മാവ് തരികയാണ്. Many times when you start praying in the Spirit, or when you start praying, being filled in the Spirit, the Lord will tell you, the Spirit of the Lord will tell you where the battle is coming and where you need to send those weapons against the devil. ആ സമയത്ത് പിശാച് ഒരു മയക്കം കൊണ്ടുവന്ന്, ഒരു ഉറക്കം കൊണ്ടുവന്ന്, ഒരു അസ്വസ്ഥത കൊണ്ടുവന്ന്, വയറിനകത്തൊരു പ്രയാസം കൊണ്ടുവന്ന്, തലയ്ക്കകത്തൊരു പെരുപ്പ് കൊണ്ടുവന്ന്, എന്നാൽ പിന്നെ നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാം. അപ്പോൾ ദൈവം എഴുന്നേറ്റ സമയത്ത് നിനക്കുണ്ടായ അതാണ് the spiritual warfare ഒന്നാമത്തെ ഒരു തലം. Hallelujah. Spiritual warfare, what you need to understand is when the Spirit of the Lord tells you there's a battling that's coming against your life, you need to overcome that. You need to fight your enemy. You need to subdue him. That's when God will come to your remembrances. Oh, I've left that thing on the stove, or I've done this, I've got this work pending, I've got a meeting that's going to come up, I've got this, I've got that. So many things, out of the blue, you will find that so many things just come and keeps you preoccupied, so that he knows if you are going to kneel down in prayer at that particular moment, God is going to arise with you and you will overcome the battle. This devil knows. ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ
ആകാശമണ്ഡലങ്ങൾ, അത് സ്വർഗലോക ദുഷ്ട The principalities. ദുഷ്ടാത്മ സേനകൾ തനിക്കെതിരെ ചലിക്കാൻ തുടങ്ങി. ഇതാണ് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ നമ്മൾ പോകുമ്പോൾ ഈ ആരാധന പോകും, നമ്മൾ പോകുന്ന ആരാധന എങ്ങോട്ടാണ് പോകുന്നത്? ഇതിൽ കൂടെ പോകുന്നത്. ഈ ആകാശമണ്ഡലങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർത്തോളം ദൈവത്തോടു കൂടെ അല്ലാതെ, ദൈവ സാന്നിധ്യത്തിലല്ലാതെ, ക്രിസ്തുമായി നല്ല ബന്ധം ഇല്ലാതെ വ്യക്തികൾ ഈ മേഖലയിൽ കൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ ആരാധിക്കുന്ന അറിയാമോ? ഉറങ്ങി തൂങ്ങി മയങ്ങി അങ്ങ് പോകുന്ന പറഞ്ഞാൽ യുദ്ധത്തിന്റെ മേഖലയിൽ കൂടെ പോകുന്നേ. എന്നാൽ ഇതിനെ യേശു ക്രിസ്തുവിനോട് കൂടെ അവന്റെ നാമത്തിൽ ആരാധന ഉയരുമ്പോൾ അവന്റെ ആരാധനയെ തടയാൻ പറ്റത്തില്ല. Praise the Lord, hallelujah. Praise the Lord. Daniel prayed. We know God's word says that he prayed. He was in fasting and prayer, and the angel of the Lord was coming down with the answer. That's when the principalities, the prince of Persia, the principalities of that particular place started warring against the angel of the Lord, against the answer of the prayer from reaching Daniel. He tried to stop, but the angel of the Lord fought the enemy and brought the answer to the prayer of Daniel. Likewise, when you are in the spirit and then you fight your battle along with the Lord on your side, understand prayer is like fumes. It's like incense which is burned in the presence of God. It goes as a smoke into the presence of the Lord. It goes right before the altar of the Lord. So it has to cause this. It needs a realm to travel, and the atmosphere when it goes, we know the prince of the air is a devil, and he will try to stop your prayer from being answered. But if you go along with your God, you travel, your prayer goes as an incense along with your God into the presence, then understand there's surely an answer to your prayer. Else your prayer will never leave the ceiling and go beyond. Praise the Lord. മനസ്സിലായല്ലോ? I hope you understand. രാവിലെ യുദ്ധത്തിൽ കൂടെ കടന്നു പോയാരെങ്കിലും ഇതേ. Praise the Lord. How many of you can say today in the morning, I've undergone a lot of battling in my life? How many of you can say so? Praise you, Jesus. ആരാധിക്കാൻ മയക്കം ഉറക്കം. How many of you can say, I came, I wanted to worship my Lord, I wanted to give him all the everything, submit myself as a sacrifice, holy and acceptable in his sight. But then, did you find that you were not able to do it today? ഹല്ലേലൂയ. ദൈവം അതേ സമയത്ത് നമുക്ക് സന്ദേശം തരുന്ന സമയത്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുകയാണ്. കാരണം പ്രാർത്ഥന കേൾക്കാൻ, ബലം നൽകാൻ, ശക്തി നൽകാൻ, കൃപ നൽകാൻ, യാതൊരു ദൈവം കാത്തിരിക്കുക. അന്നേരം നമ്മൾ മയങ്ങിയും തൂങ്ങി അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി ഇരിക്കുകയാണ്. അപ്പൊ അത് പാടില്ല. അതാണ് സ്വർഗീയ മേഖലയാണത്. ആകാശ മണ്ഡലങ്ങളിൽ കൂടെ അവിടെ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ നമുക്കെതിരെ നിൽക്കുകയാണ്. പക്ഷെ ക്രിസ്തുവിൽ കൂടെ നമുക്ക് എന്തുണ്ട്? ഒരു തടസ്സവും കൂടാതെ നമ്മുടെ പ്രാർത്ഥന മുകളിലേക്ക്. Praise the Lord. There might be a message which is coming in, and there is a word of comfort within the message for you. There is a realm where you need to fight your battles in a particular message, or during the time for worship where the Lord wants to stand beside you and fight your enemy, and he is ready to arise along with you. But that's the time when you all of a sudden get distracted, your mind wavers, it keeps going round and round all over the world. You're not able to concentrate on the word of the Lord. The devil is trying to divert your mind, your attention from listening to the word of the Lord, because he knows if you win your battle, then you will be exalted by God. രണ്ടാമത്തെ യുദ്ധമേഖല എന്ന് പറഞ്ഞാൽ ഈ ലോകമാണ്, ഭൂമിയാണ്. The second realm of your warfare is this world. ഇവിടെ നമുക്ക് യുദ്ധമുണ്ട്. In this world you will have tribulation, you will have warring. നമ്മുടെ അവകാശങ്ങൾക്കെതിരെ യുദ്ധം. It's against your materialistic possessions or anything that you possess. There is a warring. എഫേസ്യർ 6:12 വാക്യത്തിൽ, Ephesians 6:12, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകൾ, ഈ ലോകത്തിന്റെ വാഴ്ചകൾ, അതെ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. The word of the Lord says, for your battle is not against flesh and blood, but against the principalities and the powers of darkness, the rulers and darkness of this world, against spiritual wickedness in the high places. Praise the Lord. Praise the Lord. അപ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, one thing that we need to understand, ഇസ്രായേൽ മക്കൾ അവരുടെ വാഗ്ദത്ത ദേശത്തിന് വേണ്ടി ഈ ലോകത്തെ രാഷ്ട്രങ്ങളോട് പോരാടി. the children of Israel, in order to get their possessions, they warred against the nations of this world.
പക്ഷെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാടി ലോകത്തിലെ രാഷ്ട്രങ്ങളോടോ മനുഷ്യരോടോ മറ്റുള്ളവരോടോ രാഷ്ട്രീയ പാർട്ടിക്കാരോടൊന്നുമല്ല, പിന്നെയോ ആത്മശക്തികളോടാണ്. Praise the Lord. Every yoke, bondage that the devil has kept against your spiritual life, your materialistic life, your physical life, every bondage you're battling is not against flesh and blood, against those that causes harm to you, but it's against the principalities and the powers of darkness that are using people or instances to fight against you. ഇതൊരു ആത്മീയ യുദ്ധമാണ്. This is spiritual warfare, പക്ഷെ സകലം ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ്. but it's under the control of our God. ആമേൻ. സഹോദരി, ഈ ലോക വ്യവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തികളുടെ വാക്കുകൾ, അവരുടെ പ്രവൃത്തികൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ചിന്തകൾ, അവരുടെ തീരുമാനങ്ങൾ, അവരുടെ പ്രവൃത്തികളെല്ലാം നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണ്. The people of this world, their thought process, their work, their deeds, their actions, everything is very different from what a child of God's is. ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമോ എനിക്കറിയത്തില്ല. I don't know whether you all able to follow what I'm saying or not. അവരുടെ ആഗ്രഹം വേറെയാണ്, Their desire is something else. അവരുടെ മനസ്സ് വേറെയാണ്. Their thought process is ഒന്നുകൂടെ different. വിവരിച്ച് പഠിപ്പിക്കാൻ പോവാണ്. If I were to explain in detail, അപ്പൊ അവരുടെ വ്യവസ്ഥയും നമ്മുടെ വ്യവസ്ഥയായിട്ട് ഭയങ്കര വ്യത്യാസമാണ്. there's a lot of difference by the way they think and the way we think. അവരുടെ ആഗ്രഹം ഈ ഭൂമിയോടാണ്. Their desire is more of accumulating things അവർക്ക് in this world. ലോകത്തിന്റെ വ്യവസ്ഥകളോടാണ് കൂടുതൽ താല്പര്യം. They have got more of a desire to align with the standards of the world. പക്ഷെ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? But what is God's desire of you and me? ഇവിടാണ് നമ്മുടെ പരാജയം നമ്മൾ ചിന്തിക്കേണ്ടത്. Here's where you need to understand, this is God's desire of my life. അവൻ- Have I been fruitful or have I been a failure? മനസ്സിലായവരൊന്ന് ഒരു പരാജയപ്പെട്ടു എന്ന് ഈ വചനപ്രകാരം ഗ്രഹിച്ചവർ എത്ര പേരുണ്ട്? എനിക്കൊരു പരാജയം ഉണ്ടായിട്ടുണ്ട്. How many of you can say, I have aligned with the things of the world, and there are many times that I've fumbled and stumbled over things of this world, and there I have faced failures? How many of you can acknowledge before ഹലോ, God? ശ്രദ്ധിച്ച് കേൾക്ക്. Listen carefully. യേശു പറയാണ്, മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കും. നമ്മൾ അന്വേഷിച്ചത് എവിടാണ്? Jesus Christ said, seek ye first the kingdom of God and his righteousness, and all these things shall be added unto it. What did we seek first? ഒന്നുകൂടെ കേക്ക്. Listen again. മുൻപേ അവന്റെ രാജ്യവും നീതിയും. Seek ye first the kingdom of God and his righteousness. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചത് എന്തിനാണ്? What have we searched for most of our lives? അപ്പൊ നമ്മൾ യുദ്ധമേഖലയിൽ കൂടെ കടന്നുപോയി. We have, in such times when we saw the things of the world, we have gone into a path wherein there was a spiritual warfare in our lives. ഭയങ്കര യുദ്ധമേഖലയിൽ കൂടെ നമ്മൾ കടന്നുപോയി. At times when you went aloof from God, at times when you went astray from God, all like sheep have gone astray, everyone in his own way. The Bible says, if so many times you've gone in your own way, and those were the times when you and I encountered the attack from the unseen realm of the evil forces. അപ്പൊ ഇവിടെ നമുക്ക് ലോക വ്യവസ്ഥ പ്രകാരം ലോക മനുഷ്യരെ പോലെ നമുക്ക് പലതും പറയാനുണ്ട്. പക്ഷേ അകത്തെ മനുഷ്യൻ, ഇന്നർ മാൻ, ആത്മീയ മനുഷ്യന്റെ സ്ഥിതി എന്താണ്? I might have so many things to boast about. I've got this, I've got a reputation, I've got credentials, so many things to my reputation, so many things that I can add on to me. I can boast about so many things. But where is my spiritual life? To which level have I come in my spiritual realm? നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ഒന്ന് എടുത്ത് പുറത്തോട്ടൊന്ന് കണ്ടേ. Just take your inner man spirit in your soul, and put it before you and see where you've come thus far. അകത്തെ മനുഷ്യന്റെ മസിൽസ് നോക്കിക്കേ. Look at the strength, look at the muscular power of your inner man. അകത്തെ മനുഷ്യന്റെ ബലം നോക്കിക്കേ. Look at the strength of your inner man. അകത്തെ മനുഷ്യന്റെ ഉള്ള ജ്ഞാനവും വിവേകവും ഇതെല്ലാം ഒന്ന് ചിന്തിച്ചേ. See how much your inner man bring him before you, bring her before you, him before you, and see in wisdom and understanding and knowledge of God, where is her inner spirit and soul reached thus far? Hello, this is outer man. He have one inner man. ഹലോ, ശ്രദ്ധിച്ചോണേ എൻ്റെ മോനെ കെവിനെ.
നിന്റെ അകത്തെ മനുഷ്യൻ്റെ പ്രവൃത്തികൾ പ്രകടമാക്കേണ്ടത് ഒന്നാണ് ഈ പുറത്തുള്ള മനുഷ്യൻ. So, all of us have got three components: spirit, the soul, and the body. What your inner man depicts, or where your inner man stands out the most, that will be shown out through your body. അകത്തെ മനുഷ്യൻ്റെ ചിന്ത, അകത്തെ മനുഷ്യൻ്റെ പ്രവൃത്തി, അകത്തെ മനുഷ്യൻ്റെ തീരുമാനം, അകത്തെ മനുഷ്യൻ്റെ ഇമോഷണൽ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒന്നാണ്, ഒരു ഉപകരണമാണ് ഈ പുറമേയുള്ള മനുഷ്യൻ. Your outer man shows everything that in your soulish realm, your thoughts, your emotion, and your will, your actions. Okay, your thoughts, okay, your emotions, and that comes out as actions. It has to come out through a particular way that you let the other people around you know. That comes out through the body, which is used as an instrument for that. മനസ്സിലാകുന്നുണ്ടോ? Do we understand? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, Let me ask you a question. നമ്മുടെ ഈ ജീവിത യാത്രയിൽ യഥാർത്ഥത്തിൽ പുറമേയുള്ള മനുഷ്യൻ എന്ത് ആക്ഷനാണ് കാണിച്ചത്? Praise the Lord. In our journey in this life, the outer man, what action has he shown which is godly? ഹല്ലേലൂയ. Praise the Lord. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുമ്പോഴേ ഇത് വളരെ ഭയങ്കരമായി. ഈ പുസ്തകം എന്ന് പറയുന്നത് ഒരു ദൈവശാസ്ത്രം. ആമേൻ. ഇത് ഭയങ്കര അത്ഭുത പുസ്തകമാണിത്. Praise the Lord. This is an amazing book. The theology, the knowledge, the spiritual, everything that you need in wisdom, knowledge, understanding, everything is God from this book. ഇനി ഈ ശരീരം ഭയങ്കര അത്ഭുത സൃഷ്ടിയാണ്. Praise the Lord. This body, the outer man, also the entire components of yours, all the three realms, amazingly He created you. ഭയങ്കര സൗണ്ട് ഉളവാക്കുന്ന ഈ സാധനം മനുഷ്യ സൃഷ്ടിയാണ്. ആണ്ട് സാക്സോഫോൺ, നല്ല സൗണ്ട്, ഡ്രം സെറ്റ്, ഫാന്, നമ്മളിവിടെ കാണിക്കുന്ന കാര്യങ്ങൾ, മൈക്രോഫോൺ, AC, ഇതെല്ലാം മനുഷ്യ സൃഷ്ടിയാണ്. Everything that you find under this roof, all the musical instruments, all the other equipments and all of this that you see are man-made. അപ്പൊ യുദ്ധക്കപ്പലുകൾ, ഫ്ലൈറ്റുകൾ, വാർ ഫ്ലൈറ്റുകൾ, ലോകത്തുള്ള സകല മനുഷ്യനിർമ്മിതമായ സകല കാര്യങ്ങൾ സൃഷ്ടിച്ചത് മനുഷ്യനാണ്. പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണ്. Praise the Lord. Hallelujah. Everything that you see around us which are not created by God, which are man-made, it's all made by man, but God created you and me in His image. അപ്പൊ എന്തോ മനസ്സിലായി, നമ്മൾ ഒരു അത്ഭുത സൃഷ്ടിയാണ്. Praise the Lord. You're a wondrous being. God created the sun, the moon, and the stars. It took Him just 6 days, but when He created you, He's still working on you. Every second of your life till your death and beyond, He's working on you. Praise the Lord. ഇവിടെ നമ്മൾ വിശദകരമായി ചിന്തിക്കുമ്പോൾ You will be studying depth. നമ്മുടെ മൂന്നാമത്തെ യുദ്ധ മേഖലകളെ ചിന്തിക്കണം. The third realm of the warfare we need to അതാണ് ponder. മനുഷ്യന്റെ വ്യക്തിഗത മേഖല എന്ന് പറയുന്നത്. വ്യക്തിപരമായ That's your individuality, your individual, your personal. ഇത് നമ്മുടെ ഹൃദയത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന യുദ്ധമാണ്. That is more related to your heart, your inner man's heart. മനുഷ്യാത്മാവിന്റെ ദൈവാത്മാവിന്റെ ഇരിപ്പിടമാണ് നമ്മുടെ ഹൃദയം. The heart or the spiritual heart is a realm where the man's spirit and the Holy Spirit comes and dwells there. ഒന്നുകൂടെ പറഞ്ഞാൽ, If I were to explain further, ദൈവത്തിന്റെ ആത്മാവിനാൽ ജീവിക്കപ്പെട്ട ദൈവത്തിന്റെ ആത്മാവോട് മനുഷ്യന് ദൈവവുമായി ബന്ധപ്പെടാനുള്ള ഒരു ചാനലുണ്ട്, അല്ലെങ്കിൽ ബന്ധപ്പെടാൻ കഴിയും. so there is a channel by which you cannot just through this flesh, because we know that flesh and blood cannot inherit the kingdom of God. If so, for you to have a clear channel, for you to have a direct conversation with Him, there should be a channel, a realm through which all of this, like air is a medium, likewise you need a medium through which our discussion between God and man should pass. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും അധികം ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ നിത്യതയുടെ വിധിയെ ചൊല്ലി നരകത്തിലെ എല്ലാ ശക്തികളും പരസ്പരം നമ്മൾ യുദ്ധത്തോട്, അല്ലെങ്കിൽ നമ്മൾ ഈ ശക്തിയോട് അഭിമുഖീകരിക്കേണ്ടി വരും. So all the time in the unseen realm, in the demonic kingdom, in the devil's kingdom, there's always a discussion to get a child of God astray from the path that he's traveling towards that kingdom. So there is a battling always in that realm.
ഒന്നുകൂടെ ഞാൻ പറയാം. Let me explain. നമ്മുടെ നിത്യതയുടെ വിധി എന്ന് പറഞ്ഞാൽ നിത്യതയ്ക്ക് നമ്മൾ ഈ അടക്ക ശുശ്രൂഷയൊക്കെ കാണാൻ പോകുമ്പോൾ നമ്മൾ ഈ അടക്കം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അവരങ്ങ് നിത്യതയിൽ പോകും എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കല്ലേ. നിത്യതയുടെ വിധിക്കെതിരെയാണ് പിശാച് നമ്മളോട് പോരാടുന്നത്. The devil's battling is against your eternal verdict. Verdict meaning the final, the judgment. Where will you go after your death? Eternity is two: eternal hell, eternal heaven. So the verdict, that is what battling is against. ആകാശ മണ്ഡലങ്ങളിലെയും ഭൂമിയിലെയും അതോ ലോകത്തെയും സകല പിശാചുക്കളും ഉള്ള ബന്ധത്തിൽ നമ്മൾ ഇതിനെ അഭിമുഖീകരിക്കേണ്ടി വരും. നിത്യതയുടെ വിധിക്കെതിരെ എന്ന് പറഞ്ഞ് എനിക്ക് നിത്യത ലഭിക്കരുത്, പിന്നെ ആരുടെ കൂടെ അവകാശം കിട്ടണം? യവന്റെ കൂടെ കിട്ടണം. അതിനുവേണ്ടിയാണ് നമുക്കെതിരെ നിൽക്കുന്ന യുദ്ധം. The devil does not fight against your spiritual, your materialistic, your physical realm because he wants to, take away all your possessions. He is not interested in your materialistic wealth. He can give you 10 cars, he'll give you 20 cars, he'll give you flights, he will give you houses, he will give you everything you want. Hike, promotion, good things, status, whatever you want, he will give it to you. His only desire is this: I want your soul. I want you to come with me to hell. That is the only thing. Praise God. How many of us desire, Lord, I want to be with you forever and ever. That is my only desire. How many of us say so? കേട്ടല്ലോ. അപ്പൊ നമുക്ക് എല്ലാവരും മരിക്കുമെന്ന് ഞാൻ മരിക്കാതെ ജീവിക്കുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഞാനും മരിക്കും. All of us will die one day. I will die one day. എൻ്റെ മക്കളും മരിക്കും. All my children also. നിങ്ങളും മരിക്കും. All of us will. എന്നാ മരിക്കുമെന്ന് നമുക്കറിയത്തില്ല. We do not know the time that has been written. We know our date of birth. We know year of birth, date of death, day of death we don't. മരണശേഷം നമുക്കൊരു നിത്യതയുണ്ട്. But after this life on this earth, understand, we've got an eternity. രണ്ട് നിത്യതയുണ്ട്. There are two eternities. ഒന്ന് നിത്യമായ സ്വർഗീയ നിത്യത. One is eternal heaven. രണ്ട് നരകത്തിലെ നിത്യമായ. Then eternal hell, where we will be there through eternity. ഇത് രണ്ടും ഉണ്ടെന്ന് ഞാൻ ഓർത്തഡോക്സിൽ നിൽക്കുമ്പോഴും അറിയാം, ഇപ്പോഴും അറിയാം, നാളെ അറിയാം. So when we were in other backgrounds, we knew. When you're in Pentecostal experience, we know. Even tomorrow also we know there's two eternities. ഹല്ലേലൂയ. Praise the Lord. എന്നാൽ നമ്മുടെ ഇച്ഛയെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ വിധി. Praise the Lord. Based on your carnal, fleshly or spiritual desire will be your verdict, will be your eternity. നമ്മുടെ ആഗ്രഹ ഇച്ഛ ഇതിനുള്ള ബന്ധത്തിലാണ് വിധി ഇരിക്കുന്നത്. Praise the Lord. Based on your desire, my desire, where I want to be, and everything that I do on this earth, based on that would be my verdict. ഏത് വശത്താണ് നിന്റെ സ്നേഹം? And God says, on to which side is my love more? Where do I outweigh in the love? Where to which level can I weigh your faithfulness? Praise the Lord. ഹല്ലേലൂയ. 70 50 ഇതൊന്നും തിരിച്ചറിയാതെ ഞാൻ അങ്ങോട്ട് വന്ന ഒരാളെ കണക്കിട്ടിരിക്കുന്നു. ഈ അങ്കിള്, ഈ അച്ചായൻ, ഈ അമ്മാമ്മ ഈ ലോക ജീവിതത്തിൽ വളരെ നല്ലതായിരുന്നു. ആമേൻ. പ്രത്യാശയോടെ നമുക്ക് യാത്ര ചെയ്യിക്കാം. യേശു ക്രിസ്തുവിന് വരവെങ്കിൽ കാണുമെന്നും പറഞ്ഞാൽ കാണത്തൊന്നുമില്ല. Praise God. Many times ഈ ലോക ജീവിതത്തിൽ നിന്റെ സ്നേഹം, നിന്റെ വിശ്വസ്തത ദൈവത്തോടായിരുന്നു ആഗ്രഹമെങ്കിൽ അവിടെയാണ് നിത്യതയുടെ വിധി വരുന്നത്. Praise the Lord. Many times we go to funeral services and we say this particular aunt or this particular uncle, he's been faithful. This is for everybody around to hear, for the children and the family to be comforted. And we do not know for what. Maybe it's being recorded also. We do not know what the reason is. We say all good things about that person. We don't know where they stand in the spiritual realm. And we say, but if your desire, if your love, if your loyalty, if your faithfulness has been towards God, then we know where your spirituality, where your eternal rest will be. നമ്മൾ ഈ പാട്ടൊക്കെ പാടി സാക്ഷി പറയാം, നാട്ടിൽ ചെല്ലണം. ലോകം വേണ്ട, ലോകത്തിലുള്ള ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നിൽക്കുന്നത് സ്നേഹം. ഇന്ന് തന്നെ നിങ്ങളങ്ങ് ചിന്തിക്കേ, ഏറ്റവും സ്നേഹം നിങ്ങൾക്ക് എന്തോടാണ്? ലോകത്തോടാണോ, ജഡത്തോടാണോ, ലോക വ്യവസ്ഥയോടാണോ? ആമീൻ. അത് സ്വർഗത്തിൻ്റെ വ്യവസ്ഥയോട്, സ്വർഗീയമായ ക്രിസ്തുവിനോടാണോ, നിത്യതയ്ക്ക് വേണ്ടിയാണോ?
ആർക്കും കൈവക്കാൻ We sing a song saying, I don't want the world, I don't want the things of the world. But even today asked, what do you like most? Who's occupied the throne of your heart? Who is the one that you think about the most in your life on a daily basis? You know, every second of a day, whom do you think about most? That's the love of your life. ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ ചിന്തിക്കേണ്ടത് നമ്മളൊരു യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയി. Praise the Lord. Here is where you and I need to understand that I have failed in my spiritual life. ഞാൻ ഈ പറയുന്ന ഞാനിവിടെ നിന്ന് ഹീലിംഗ് ഒക്കെ ഡെലിവറൻസ് ഒക്കെ നടത്തി അനുഗ്രഹത്തിൻ്റെ വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്, ആവേശമൊക്കെയാണ്. പക്ഷേ ഭയങ്കരമായി ഡീപ്പായിട്ടുള്ള കാര്യം ഇതിനകത്തല്ലേ കിടക്കുന്നത്. Praise the Lord. When I see a prophetic word that I'm going to send you to America, I'm going to send you to here, I'm going to send you there, I'm going to exalt you, your daughters and your sons are going to be exalted, they would become, you know, princesses and princesses all over the world, and then we are so excited and we are happy. But when told about eternity and how you need to go forward in receiving what is kept for you in the heavenlies, we are like, don't understand. ഹല്ലേലൂയ. Hallelujah. Stop. ആമേൻ, സ്തോത്രം. നമ്മുടെ മൈൻഡ്, ഡിസയർ ആൻഡ് ഇമോഷൻസ് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കണം. We need to understand what is our mind, our inner man's desire, our soulish realm. What is the desire of the world? ദൈവം മനുഷ്യനെ മനസ്സും ആഗ്രഹങ്ങളും വികാരമുള്ളവനുമായിട്ടാണ് സൃഷ്ടിച്ചത്. God created man with emotions, with a mindset, and with actions. Desire. ആമേൻ. ഇവ പാപത്തിനല്ല, ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടിയിരുന്നത്. So God gave all these emotions and desires to mankind, so not that they will desire the things of the world, but rather that they would desire godly matters. മനസ്സ്, Your mind, മനസ്സ്, your mind, അടുത്തെന്താ? emotion, thoughts, ആഗ്രഹങ്ങൾ, your desires, ഇമോഷൻസ്. your emotions. ഇത് ആർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടിയിരുന്നത്? Praise God. God created, gave you that particular, what do you say, that particular, you know, emotion, the attribute or whatever into your life so that you will desire godly matters. ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. And it is to be used for the kingdom of God. യുദ്ധത്തിൽ കൂടെ പോയിട്ടുണ്ടോ ഇല്ലയോ? Have you gone through this particular battling in your life? അല്ല, യുദ്ധത്തിൽ ആർക്ക് പറയാനുണ്ടോ? എനിക്ക് തോറ്റു പോയിട്ടുണ്ട്. How many of you can say, I've gone through when the testing came into my life in these three realms? I've wavered away, I've gone away, I've gone astray. ഈ ലോകത്ത് ജീവിക്കുന്ന വിവേകമില്ലാത്ത ഒരു മനുഷ്യനെ പോലെ, മൃഗത്തെ പോലെ ജീവിച്ച് മരിക്കുന്നവന് ഇതിന്റെ അർത്ഥം മനസ്സിലാകത്തില്ല. പക്ഷെ നിത്യതയുടെ വെളിപ്പാട് കിട്ടിയവൻ ഇതിന്റെ ഉള്ളടക്കം മനസ്സിലാക്കി മടങ്ങി വരാൻ ആഗ്രഹിക്കുകയാണ്. Praise the Lord. A person who's led a carnal, fleshly life, desiring the things of the world, as and when possible, also thinking godly matters, such a person is like an animal which is going to perish, and such a man will not understand all of this. എന്താണ് മനസ്സ്? What is your mind? അവൻ ദൈവത്തെ അറിയുവാനും To know God, അനുസരിക്കുവാനും to obey Him, അവന്റെ ഹിതമായ കാര്യങ്ങൾ ചിന്തിക്കുവാനും to think everything that is as per His will. തെറ്റായ ചിന്തകളെ തള്ളിക്കളയുവാനും. It's for you to lay aside the things which are not godly. ആമേൻ, സ്തോത്രം. Praise the Lord. അതാണ് മനസ്സ്. That's the mind. അപ്പൊ മനസ്സ് ഉറപ്പിച്ചു എന്ന് പറയാറുണ്ട്. Many times we say that affirmed or my mind is ആമേൻ. strong. പത്രോസ് 1:13 വാക്യത്തിൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ചു. 1 Peter 1 verses 13. 13. നിങ്ങൾ മനസ്സ് ഉറപ്പിച്ച്. Gird up the loins of your mind. ആകയാൽ Therefore, നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച്. you need to gird the loins of your mind, meaning you need to bind your mind tight. എന്ന് പറഞ്ഞാൽ ചലിക്കല്ലേ. Don't move, stay put is what you need to say to your mind. ഒരിടത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. Be concentrated on what you're doing in godly matters. നിന്റെ മൈൻഡ് ദൈവത്തിങ്കലായിരിക്കണം. Your mind should be concentrated towards your God and not wavering. ദൈവഹിതത്തിനായിരിക്കണം. It should be steadfast in knowing to do the will of God. ഹല്ലേലൂയ. Praise the Lord. അതാണ് റോമാലേഖനത്തിൽ പറയുന്നത്. Hence Romans says 12. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. Romans 12 verses 1 to 2 says, do not be confined to standards of the world, but be transformed with the renewing of your mind. ഹലോ, ആർക്കെങ്കിലും മനസ്സിലാകാത്തവരുണ്ടോ? Is there any of you, those who don't understand? ഈ പറയുന്ന വചനങ്ങളുടെ അടിസ്ഥാനത്തിലായി മുന്നോട്ടുള്ള
ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാനും പറയാനും മുമ്പോട്ടുള്ള പ്രയാസങ്ങളുടെ നടുവിലൊക്കെ നിൽക്കാനൊക്കെ പറ്റും. അല്ല ഇങ്ങനെ നമ്മൾ ഈ രണ്ട് കൂട്ടരെ വിവേകമില്ലാത്ത മനുഷ്യൻ നശിച്ചു പോകുന്ന, നമ്മൾ വിവേകമില്ലാത്തവരായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്. ഭയങ്കരമായ അത്ഭുത സൃഷ്ടിയാണ് നമ്മൾ. ഇതിന് വില കൊടുക്കാത്തവരെല്ലാവരും വരും ദിവസങ്ങൾ എന്നും പാസ്റ്റർമാരൊന്നും കാണത്തില്ല, എന്നും പ്രാർത്ഥിക്കാനൊന്നും കാണത്തില്ല, എന്നും സഭ കാണത്തില്ല. വലിയ പ്രതികൂലങ്ങളൊക്കെ വരുന്നതിന് മുൻപ് ഇപ്പം തന്നെ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും പ്രശ്നങ്ങളും പകർച്ചവാദികളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ക്ലൈമറ്റിൻ്റെ മാറ്റങ്ങൾ ഉരുകിപ്പോവുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട്, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഭയങ്കര ചൂടിനകത്ത് ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും വെളിയിലൊന്നും ഇറങ്ങി സൂര്യപ്രകാശത്തിന് നിന്ന് നോക്ക്, അന്നേരം അറിയും ഇവിടുത്തെ ചൂട് എത്ര ഉണ്ടെന്ന്. സ്വത്രം വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് അറിയുന്നില്ല, കാറേ പോകുന്നതുകൊണ്ട് അറിയുന്നുണ്ടില്ല, AC ഇരിക്കുന്നതുകൊണ്ട് അറിയുന്നില്ല. ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദൂത് കേൾക്കെ ചെവി തുറന്ന്. Praise the Lord. We like to listen to stories. We like to listen to all the old folk law. We like to listen to all of that. But when saying matters pertaining to eternity, how you can get your eternity or how you can lose your eternity, when all the matters being spoken about that, looking at the climatic conditions across the world, seeing wars, the rumors of wars, when you see within your own families itself, people becoming self-loved people, selfish people, lacking love, and there is no unity within your own family. Bible says mother against a daughter, daughter against a mother, mother-in-law against a daughter-in-law, and so on. When you see, understand, like the yesteryears, the love for the children towards the parents are going cold. All this is happening because the second coming of Jesus is very close at hand. I am teaching you from the word of the Lord how you can go about attaining eternal life, or when the trumpet call sounds, how you and I can be received into eternity. When I am teaching you that, you don't seem to be interested. 1983 ഡൽഹി ചെന്നു. 1983 Pastor went to Delhi. എനിക്ക് അന്ന് എൻ്റെ പെങ്ങള് തന്ന ചോറ് പച്ചരി ചോറാണ്. And those days it was raw rice that you get in Delhi, and that's what Pastor's sister gave him. ഈ പച്ചരി ചോറ് ഇന്ന് ഞാനങ്ങ് ഛർദ്ദിച്ചു. He wasn't used to eating raw rice. In Kerala they use a boiled rice. ഉടനെ എൻ്റെ പെങ്ങൾ പറഞ്ഞടാ, ഇവിടെ ഈ പച്ചരി കിട്ടത്തോടെ നോർത്ത് ഇന്ത്യയിലൊന്നും നമ്മുടെ ഇവിടുത്തെ അരിയൊന്നും കിട്ടത്തില്ല, വേറെ വഴിയില്ല. എൻ്റെ ഈ സിസ്റ്റം ഉണ്ടല്ലോ, സിസ്റ്റം ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇതിനെ അങ്ങ് അഭിമുഖീകരിച്ച് ഇപ്പം പച്ചരി അല്ലാതെ വേറൊന്നും എനിക്ക് തിന്നാൻ പറ്റത്തില്ല. ഇപ്പോഴും ഞാൻ വെള്ളയരിയും പച്ചരി കഴിക്കൂ, ചുവന്നരി കാണുന്നത് ഇഷ്ടമല്ല. കാരണം എൻ്റെ ആ സിസ്റ്റം ഞാനത് ഉപയോഗിച്ച് അങ്ങ് മാറി. നമ്മളിന്ന് ഇറച്ചിയൊന്നും തിന്ന് ഒന്നും അല്ലായിരുന്നു, പക്ഷേ ഇറച്ചിയെ അഭിമുഖീകരിക്കാൻ നമ്മുടെ വയറങ്ങ് അതിനോടങ്ങ് പ്രതികരിച്ചു. പ്രതികരിച്ച് ഇപ്പം നമ്മുടെ നിർമ്മല ആൻറ്റി ഇറച്ചി മീനൊന്നും കഴിക്കത്തില്ല. അപ്പം ഞാൻ കൊണ്ട് കൊടുത്താൽ ഛർദ്ദിക്കും. കാരണം ആ സിസ്റ്റം അങ്ങ് വേറെ പച്ചക്കറിയില്ലാതൊക്കെ ആയിപ്പോയി. അപ്പോൾ അനിതയും പച്ചക്കറി മുട്ടയൊക്കെ നിന്ന് നോക്കിയെന്നാ തോന്നുന്നു, ഛർദ്ദിച്ചെന്ന് തോന്നുന്നു. സ്വതന്ത്രം ആ സിസ്റ്റം കാരണം മനസ്സിലായി പറഞ്ഞത്. ഇതുപോലെ നമ്മൾ ലോക വ്യവസ്ഥയ്ക്കകത്ത് കയറിയപ്പോൾ ഇതങ്ങോട്ട് ദഹിക്കുന്നില്ല. ഏതാണെന്നറിയാമോ? നിത്യതയുടെ ദൂത് കയറാൻ പറ്റുന്നില്ല. Pastor went to Delhi, he ate raw rice, his digestive system got accustomed to that, and then now you ask him to eat the parboiled or the raw boiled rice, the red rice he cannot eat. So as in how you accustom your digestive system into receiving the kind of food that will be able to be digested or not. Even our Sharmila sister had an issue like that. Okay, so she was not able to eat that. So how you get yourself accustomed, that is what decides how you would move further in your spiritual life. ഇപ്പോൾ ഇവിടെ അങ്ങോട്ട് കൈയടിക്കുന്ന സിസ്റ്റം നോക്കിക്കോണേ. ഇന്ന് ചില വിടുതലുകൾ നടക്കാൻ പോകും, ചില വിടുതലുകൾ, നന്മകൾ, വഴികൾ. ഇന്ന് നിങ്ങൾ പറഞ്ഞ ഈ സിസ്റ്റത്തിനകത്ത് നിങ്ങൾ കാണാനും തുടങ്ങും. പക്ഷേ ഇതെന്താണെന്നറിയോ? ഈ നാളുകൾ ഈ പെന്തക്കോസ്ത് സഭയെ മുഴുവൻ ഇതുപോലുള്ള ഈ കാര്യങ്ങൾ പറഞ്ഞ് സിസ്റ്റത്തെ മാറ്റിയിട്ടിരിക്കുകയാണ്. യഥാർത്ഥ സ്വർഗീയ ഹെവൻലി സിസ്റ്റം ഇസ് ഡിഫറെൻറ്റ്. the physical system and the spiritual system is different എന്നതുപോലെ ലോകവ്യവസ്ഥമായിട്ട് ചേരേണ്ടവരല്ല നമ്മൾ ഈ ലോകത്തിന് വേർപെട്ട് ജീവിക്കേണ്ടവരാ. നമ്മൾ ലോകത്ത് ജീവിക്കുന്നവരെങ്കിലും ലോകക്കാരല്ല. ഈ വ്യവസ്ഥ വിടാതെ ചിലത് പുറത്തു വരത്തില്ല, ചില വിടുതൽ നടക്കത്തില്ല, ചില നന്മ അനുഭവിക്കത്തില്ല. നിത്യതയ്ക്ക് വേണ്ടിയുള്ള വെളിപ്പാട് നിന്റെ ഹൃദയത്തിനകത്ത് കയറട്ടെ.
Many of them know how to get you excited, to get you, aroused kind of thing, wherein you're so excited. They just go, just nothing. It's just this, that if, like Alexander went and told, looking at the Indian Ocean, he said, even if you were land, I would have gone and conquered you. All of a sudden, they don't understand what is being said at all. It doesn't touch the inner man at all. They're so aroused that they start jumping and, not understanding what is being said. But here what is being said is about heaven. How you can inherit heavenlies is what is being spoken here, and we seem less interested. ഞാൻ ജോൺ അബ്രഹാമിനോട് ഒരു 10 ലക്ഷം രൂപ ശമ്പളം കിട്ടാൻ പോകുമെന്ന് പറഞ്ഞാൽ ജോൺ അബ്രഹാമിന് സന്തോഷം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാവും? ഉറക്കെ പറ. ഇല്ല, എന്തിനായി പൈസ? അതാ നമ്മൾ ആദ്യം Praise the Lord. എന്തോ ചെയ്യാനാ? ഇതുകൊണ്ട് ഞാൻ അഹങ്കരിച്ചും നിഗളിച്ചും ദൈവത്തെ മറന്നും നാട്ടുകാരെ സ്നേഹിക്കാതെ വീട്ടുകാരെ സ്നേഹിക്കാതെ സ്വാർത്ഥനായി തീരുന്നതിനേക്കാൾ നല്ലത് എന്റെ സഹോദരൻ ഉള്ളത് മതി. Hallelujah. Praise the Lord. Be content. Content. നിത്യതയാണ്. Praise the Lord. Contentment is what God likes. Contentment. Be content with what God has given you. What would you get excess money? What do you think? What are you going to do? What are you going to do with all this? നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. Let me tell you one thing. റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിലും സാരമില്ല. ഈ ടൈറ്റായിട്ട് ജീവിക്കുന്ന സുഖം പോലെ വേറെ സുഖം ഈ ഭൂമിയിൽ. Praise the Lord. If we were to recall our lives during the past years, the spirituality and the way we were closer to God, where God spoke to us during times when there was everyday chaos in the house, okay, compared to those times, we don't feel Him at that close like He was with us during the yesteryears during our troubled times. പറഞ്ഞാലേ ഈ ആകാരം മുമ്പിൽ കൊണ്ടുവരുമ്പോഴേ ആ കണ്ണ് നിറഞ്ഞുകൊണ്ട് കഴിക്കണം. Praise the Lord. When food is laid before you, ഇരുന്ന് ആലിച്ച് ചപ്പൽ വേസ്റ്റ് പോലൊക്കെ ഇട്ട് കളിക്കുന്ന ആകാര സാധനത്തിന് മുമ്പ് ചെന്ന് അഹങ്കാരം കയറിയിട്ട് കിടക്കല്ലേ അങ്ങ് ഇഷ്ടം പോലെ. ഈ സഭയിലുള്ള എല്ലാവരും ഞാൻ പറയാണ്, ദൈവ ഭയത്തോടെ വേണം ജീവിക്കാൻ. Hallelujah. Praise the Lord. Every morsel of rice that is there on your plate, you need to ensure that you eat to the last morsel. Don't let even one rice grain go into the dustbin. Everything that you eat, look at your plate and say, thank you, Lord, for my food. Thank you for my water. Thank you for my everything that you've given me. Everything that you've given me is your gift to me. Be thankful. Not even one morsel of rice to go into your dustbin. No, He will judge you even for that one morsel. Hallelujah. Praise the Lord. Hallelujah. Hallelujah. വായിനെ നമ്മൾ മാനിക്കേണ്ടവരെ മാനിക്കണം, പക്ഷെ അഹങ്കാരത്തിന്റെ വാക്കുകൾ വരില്ലേ? Praise the Lord. You need to honor those whom you need to revere. Those you need to honor, you need to honor them. Never let a word, a proud and a haughty word, ever come from your mouth. Praise the Lord. Praise the Lord. Hallelujah. Amen. Amen. ആമേൻ. നമ്മൾക്ക് ആദ്യം അന്വേഷിക്കേണ്ട അവന്റെ രാജ്യനീതിയാണ്. We need to seek ye first His kingdom and His righteousness. യേശു പറഞ്ഞ കാര്യം അന്വേഷിക്കാതെ പ്രവാചകന്മാർ പറയുന്ന കാര്യത്തിന്റെ പുറകെ പോകണ്ട. ആദ്യം നീ അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് അവന്റെ രാജ്യവും നീതിയാണ് അന്വേഷിക്കേണ്ടത്. Without seeking the kingdom of God and His righteousness, if you seek that first, then He'll speak to you. He will tell you what is kept in store for you. You don't have to run behind man to get manly counsel. Rather, go behind Him. He will tell you through visions. Like Rebecca, she went into the presence of God. God gave her too many answers to too many questions of hers. Go into His presence. He will give you the answer. Hallelujah. Hallelujah. പിശാച് നമ്മെ ഈ ലോക വ്യവസ്ഥിതിയോട് യോജിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. The devil always, his ultimate goal is to take you away from eternal life into eternal damnation, and for that reason he will do anything you want for you. അല്ലെങ്കിൽ ഒരു ചെറിയ കടയിൽ കയറി ചായ കുടിച്ച് എന്തൊരു കുഴപ്പമുണ്ടോ? അല്ല, ഞാൻ ഈ പോകുമ്പോഴെല്ലാം, നാട്ടിൽ പോകുമ്പോഴെല്ലാം, ഞാൻ ബേബി ജോൺ ഞങ്ങൾ പോകുമ്പം കൊച്ചു കട ചായപ്പ് കട ഇതിനൊക്കെ നിർത്തി ഞങ്ങൾ ചായ കുടിക്കത്തുള്ളൂ. അല്ല, എന്തെങ്കിലും കഴിക്കാൻ ഞങ്ങൾ അന്വേഷിക്കുന്നത് എവിടെയെന്നറിയാമോ? ചെറിയ കൊച്ചു കടകളോ വീടുകളോ ഉണ്ടെങ്കിൽ അവിടെ കയറി. ചിലരൊക്കെ അതുണ്ടെങ്കിൽ എന്താ നിനക്ക് കയറിയ കുഴപ്പം? എന്താ കുഴപ്പം? അഹങ്കാരത്തിന്റെ കുഴപ്പങ്ങളാണ് ഇതൊക്കെ. അഹങ്കാരത്തിന്റെ ഇതൊക്കെ
പശാന്റെ പുത്തനെ കിട്ടിയതിന്റെ കുഴപ്പമാണ്. Many a times when you stand traveling by roadways, we stop at little shacks, little shops. We love to drink tea from there or have some snacks from there. But you know, earlier during our times, when we had nothing, we were okay with it. But when you go advancing and God prospers your way, when God gave you beyond your expectation, the salary that you had initially prayed for, now you're getting beyond that. You say, we can't drink, we are all high class people. We will only drink from 5-star, 7-star hotels, Oberoi, then Taj, whatever it is, wherever it is. What is the matter? I mean, what is wrong? Why? If it's as long as it's clean, I mean, why? What's the hassle in going and having from there? ഇതിനെ പഠിപ്പിക്കാനാണ് ഞാൻ പോകുന്നത്. I'm going to teach you that. നമ്മുടെ ആഗ്രഹങ്ങൾ, മനസ്സ്, Our desire, our mindset. Praise the Lord. യുദ്ധത്തിന്റെ അണ്ടറിൽ സ്പിരിച്വൽ ഫയറിനകത്ത് കിടക്കുക അനേക ജീവിതങ്ങൾ. Many of them are under the yoke of the evil one in a spiritual warfare. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ മനസ്സ് മാറണം. Mind ദൈവഹിതം must change. തിരിച്ചറിയാനുള്ളൊരു Lord, I want a mind that is able to discern what your good and perfect will is for my life. Praise you, Jesus. ഡിസയർ. രണ്ടാമത്തെ കാര്യം, Second is desire. ദൈവരാജ്യം അത് അന്വേഷിക്കണം. We need to seek the kingdom of God first. സ്വന്തം സ്വാർത്ഥ ആഗ്രഹങ്ങൾക്ക് പകരം ദൈവഹിതം ആഗ്രഹിക്കണം. When you lack faith in our lives, that's when we go into self mode. We go into selfish mode. വിശുദ്ധി, നീതി അന്വേഷിക്കണം. We need to seek out for justice and righteousness. ദൈവ സാന്നിധ്യത്തിനായി ദാഹിക്കണം. Our inner man should yearn for God. സങ്കീർത്തനം 37 വാക്യത്തില് Psalms 37 verse 4. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകും. Delight thyself also in the Lord, and he shall give thee the desires of thine heart. Praise the Lord. ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ When we ponder over this, പരീക്ഷണം വരുന്നത് പാപമല്ല. temptations is not a sin. Temptation, being tempted is not a sin. എന്നാൽ അതിൽ വഴങ്ങുന്നത് പാപമാണ്. But to yield in, or to give in, or to fall in, thoughts come, emotions over that might come, but the next thing that you do is you put your will, your action, you put your foot forward into doing that sin. That is sin. എന്നാൽ ദൈവവചനം ഹൃദയത്തിൽ നിറയുകയും അഥവാ സൂക്ഷിക്കുകയും, But if you have your mind and your heart filled with the word of God, എന്നാൽ പരീക്ഷണങ്ങളെ നേരിടുവാൻ, then when a temptation comes, for you to be able to confront that temptation, പരിശുദ്ധാത്മാവ് ശക്തി നൽകും. praise the Lord, the Holy Spirit will give you the strength to overcome, to face that temptation. പ്രാർത്ഥനയും ഉപവാസവും ആത്മശക്തി വർദ്ധിപ്പിക്കുക. So that increase, or we need to, in order to achieve that, a prayer life, a fasting, meditation of the word of the Lord is important. ലോകത്തിന്റെ വാഗ്ദത്തങ്ങളെക്കാൾ ദൈവത്തിന്റെ ഹിതം നമ്മൾ തിരഞ്ഞെടുക്കണം. More than the promises that the world will give you, you should be able to understand the design, the will of God. ഈ ക്രിസ്തീയ ജീവിതം ഈസി ലൈഫ് അല്ല. Christian life is not a bed of roses. It's not an easy path. ഇന്ന് ഇതിനെ ഒരു ഈസി മെത്തേഡ് ആക്കി എടുത്തിരിക്കുകയാണ്. So broad is a way, and the wide is a path that leads to destruction. Narrow is a path that leads to heaven. നമ്മുടെ പിതാക്കന്മാർ എങ്ങനെയാണ് ഈ വിശ്വാസം സൂക്ഷിച്ചത് എന്ന് നിങ്ങൾ അവയുടെ ഞാൻ പുസ്തകം തരാമെന്ന് വായിച്ചു നോക്കണം. Praise the Lord. Our forefathers, what amount of trouble they underwent in their life on a daily basis in order to retain this faith life. Praise the Lord. മൂന്നാമത്തേതാണ് ഇമോഷൻസ്. Third is emotions. വികാരങ്ങൾ. ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. We should desire that, Lord, I need to be refrained, or I need to be constrained within that limit that you've laid for the emotions of my life. സന്തോഷം ദൈവത്തിൽ നിന്ന് കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത്.
So we need to rejoice in the Lord always, and your happiness should not be of the things of the world, but in the Lord. Rejoice in the Lord. ഇമോഷനെ കുറിച്ചാണ് പറയുന്നത്. I'm talking about the emotions. ദുഃഖങ്ങൾ വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ, അവനോട് അടുത്തിരിപ്പാൻ നാം ശ്രമിക്കണം. So when sorrow comes into your life, troubled times come into your life, you should not go out seeking man's counsel, advice, or their support to lean on to. Rather, go into his presence and seek comfort from him. കോപം വന്നാൽ പാപം ചെയ്യരുത്. So God's word says, never be in anger, never let wrath settle. സ്നേഹം, കരുണ, ക്ഷമ ഇതെല്ലാം ഈ ശരീരത്തിൽ കൂടെ പ്രകടമാക്കണം. Through this body, we need to show out love, mercy, and kindness. Praise the Lord. Patience. Hallelujah. അപ്പോൾ മൈൻഡ്, Mind. ഡിസയർ ആൻഡ് ഇമോഷൻസ് Mind, desire, emotions. ഇതെല്ലാം അകത്തെ മനുഷ്യനിൽ നിന്നുണ്ടാകുന്നതാണ്. It comes from the inner man and it's exhibited through the body for the others to see. നമ്മൾ ചിന്തിച്ച് നോക്ക്, യഥാർത്ഥത്തിൽ നമ്മൾ സ്പിരിച്വൽ വാറിൽ കൂടെ പോയവരാണോ, അപ്പോൾ ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നവരാണോ, എനിക്ക് ഇതിന് പുറത്തു വരണോ വേണ്ടയോ എന്ന് ഈ കാര്യത്തിൽ കൂടെ ചിന്തിക്കണം. So all this that we've learned, we need to understand, rate ourselves. Where am I? Have I fallen into the warfare that the devil set before me? Have I overcome? Have I scaled the wall? Have I been able to fight my battles? You need to rate yourself. അപ്പോൾ സഭാപ്രസംഗി 2:3 വാക്യത്തിൽ സലോമോൻ, നോക്കണേ, സന്തോഷം കണ്ടെത്താൻ കത്തിയ മാർഗം നോക്കിക്കേ. സഭാപ്രസംഗി Ecclesiastes. മനുഷ്യർക്ക് ആകാശത്തിന് കീഴെ, മനുഷ്യൻ ആകാശത്തിന് കീഴെ ജീവപര്യന്തം ചെയ്യുവാൻ നല്ലതേതെന്ന് ഞാൻ കാണുവോളം എന്റെ ഹൃദയം എന്നെ ജ്ഞാനത്തോടെ നടത്തിക്കൊണ്ടിരിക്കെ. Solomon says, when my God was giving me the godly counsel in my heart, that, the verse is Ecclesiastes chapter 2:3. Okay, Ecclesiastes 2:3. Okay, when God was giving me the directions on the path that I need to take, in the way that I need to go, when God was giving me the counsel, എൻ്റെ ദേഹത്തെ വീഞ്ഞുകൊണ്ട് നോക്ക്, ദൈവത്തെ കൂടാതെയുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമം. he was being led. Solomon was given godly wisdom, was given all the riches that he wanted. He didn't ask for it, but God gave it to him. And while God was leading him, he thought, okay, now I'm rejoicing in this. Now I want even more happiness. So he thought, let me give in my heart to ദൈവം കൊടുത്ത ജ്ഞാനത്തിനകത്ത് ഈ സന്തോഷങ്ങളും ഈ ആനന്ദവും എല്ലാം ഉണ്ടെങ്കിലും അവന്റെ മനസ്സിലൊരു നിരൂപണം, ദൈവത്തെ കൂടാതെ എനിക്ക് സന്തോഷിക്കാൻ കഴിയുമോ? When God gave him everything that was required for life and godliness, he thought this itself is not enough. I want more happiness, so let me go and indulge in all the things of the world. മോളെ, ദൈവത്തെ വിളിക്കണേ. I don't know. Praise the Lord. We tell our children, or we tell others, child, seek God, seek his kingdom, seek godly matters. They say, I really don't know whether even God exists. I don't believe there is a God at all. I want to flee after my heart's desire. God will never allow that. Be rest assured, God will never allow a child of God to go into a path of his own. അതിന്റെ എൻഡ് വരുമ്പോ, when you come towards the end, ദൈവം ഒരു ടെസ്റ്റിനൊക്കെ വിട്ടു കഴിഞ്ഞാൽ, if God were to send you, when you say, I will take my own path, I will choose my own will, then God will take you to a test in your life. ദൈവത്തെ കൂടാതെ ഒരു സന്തോഷം ഇല്ല എന്ന് മനസ്സിൽ Praise you, Lord. വരെ പുറത്തു വരത്തില്ല. Praise the Lord. Till the time you say, if he puts you into a test where you're circling and circling and circling and circling, there's no way out. Then you find there are no ways of escapism, then you will say, Lord, I erred. Lord, I sinned against you. You will not understand this.
It's a great mystery. ഏതു നിസാര വാക്കിനും ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, Praise the Lord. Every word that you utter which is not godly, there is a judgment. What goes around comes around. You will have to face it here on this earth, even though God wipes it off from heaven. ആവശ്യമില്ലാത്തൊരു വേട് പോലും കുഞ്ഞുങ്ങളെ പറയല്ലേ. Never ever utter a word which is not ദൈവം as per വേണ്ട the will എന്ന് of God. പറയല്ലേ. Never say, child, I don't want God. ദൈവം ഇല്ലെന്ന് പറയല്ലേ. Never say, child, I ദൈവം don't know. ആവശ്യമില്ലെന്ന് പറയല്ലേ. Never say, I don't need this God. ആരെല്ലാം മറന്നാലും ദൈവം മറക്കത്തില്ല. Praise the Lord. No matter who forgets, you might tell so many things against your parents, against your children. Everything will be forgotten. But if you tell against God, it's written in the book of memory. It's written in his books. അതുകൊണ്ടാണ് ദൈവം വചനത്തിൽ പറയുന്നത്, ബലവാനേ ബലവാനേ നീ പ്രശംസിക്കല്ലേ. നിന്റെ സന്തോഷം നിന്റെ ബലത്തിലല്ല, ജ്ഞാനിയേ നിന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. അതിനകത്ത് സന്തോഷമില്ല. നിന്റെ ധനത്തിൽ നീ പ്രശംസിക്കല്ലേ. സന്തോഷം കണ്ടെത്താൻ കഴിയത്തില്ല. ശാശ്വതമായ സന്തോഷം ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. That's the reason the word of the Lord said, let the mighty not boast in his might. Let the wise not boast in his wisdom. Those that are affluent and rich, let him not boast in his riches. But he who boasts, let him boast in this fact, that there is a God who will do judgment on this earth. Let him boast in the fact that I know that there is a God who judges the earth. Delight yourself or boast in that, is what the Bible അത് says. തന്നെയാണ് ഇയ്യോബ് ചെയ്തത്. That's what Job did. മക്കളെല്ലാവരും പാർട്ടി നടത്തി, വിരുന്നൊരുക്കി, എല്ലാം സന്തോഷിച്ച് ദൈവത്തെ മറക്കാൻ ഇടയായോ. പുള്ളിയുടെ ഹൃദയം തകർന്നുപോയി. ഹല്ലേലൂയ, സ്തോത്രം. ഹൃദയം തകർന്നിട്ട് താൻ യാഗം നടത്തിയാണ്. എല്ലാത്തിനെയും വിളിച്ച് യാഗം നടത്തിയ എന്റെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോയോ? അവര് സന്തോഷത്തിൽ ദൈവത്തെ മറന്നുപോയോ? ആനന്ദം കൊണ്ട് ദൈവത്തെ വിട്ടുപോയോ? ദൈവത്തെ കൂടാതെയുള്ളൊരു വിരുന്നാണോ? ദൈവമില്ലാത്ത ഒരു പാർട്ടിയാണോ? ദൈവത്തെ മാനിക്കാത്ത ഒരു കൂട്ടമാണോ? പാടില്ല. അതാണ് യോബിനുണ്ടായ ഭയം. Job, the Bible says very clearly, after each of his 10 children had gathering fellowship in each of their 10 houses, Job was there setting up an altar. He set up an altar. You know what? He said, Lord, my children are enjoying out there. You've given them everything that they needed. They're enjoying their life. But I do not know, Lord, whether they've erred in their heart against you. If so, I'm offering a sacrifice, seeking pardon for my children. ദൈവത്തെ മറന്നു സന്തോഷിക്കല്ലേ. Never delight. God will give you just too many things, but he'll weigh your heart to see where your heart is set ഇതിന്റെ upon. 10ാം വാക്യം കൊണ്ടൊന്ന് വായിച്ചു. Verse 10. എന്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ അതിന് നിഷേധിച്ചില്ല. എന്റെ കണ്ണ് എന്താ ആഗ്രഹിച്ചോ അതൊന്നും നിശ്ചയം എല്ലാം ഉണ്ടല്ലോ. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് കിടക്കല്ലയോ. Everything is in favor of Solomon the king. Nothing is there that his eyes desired. He did not refrain. അടുത്തത്, എന്റെ ഹൃദയത്തിന് ഒരു സന്തോഷവും വിലക്കിയില്ല. എന്റെ സകല പ്രയത്നവും നിമിത്തം എന്റെ ഹൃദയം സന്തോഷിച്ചു. എന്റെ സകല പ്രയത്നത്തിലും എനിക്കുണ്ടായ അനുഭവം ഇത് തന്നെ. അമ്മ അവസാനം സലോമോൻ പറയാണ്, To the end he says, ഇതെല്ലാം മായ. everything is like a vapor. 10ാം വാക്യം കൊണ്ടൊന്ന് വായിച്ചു. ഞാൻ എന്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി. എല്ലാം മായയും എല്ലാം മായ, വൃഥാ പ്രയത്നം. എല്ലാം വൃഥാ പ്രയത്നം മാത്രമേ. സൂര്യന്റെ കീഴിൽ യാതൊരു എന്റെ പ്രയത്നം കൊണ്ട് എനിക്കൊരു ലാഭം കാണാൻ പറ്റില്ല. He said, I labor and everything that you see is my labor, the work of my hands. He said it's all vanity. And he said vexation of spirit. And under the sun there is no profit at all. സകലതും മായയാണ്. Everything is a mist. It's like a mist. It's like a vapor. It's vanity. ചെറുപ്പക്കാരുമില്ലാരെ, Young children, നീ പ്രതീക്ഷിക്കാത്ത ശമ്പളം നിന്റെ കൈ വരുമ്പോ, you might receive salary in excess. എല്ലാ അനുകൂലമായി സാഹചര്യങ്ങൾ വരുമ്പോ, Everything in your favor. മക്കളെ ദൈവത്തെ മറന്ന് സന്തോഷിക്കല്ലേ. Never let your happiness be ലോകം beyond സന്തോഷിക്കുന്നതിന് God. കൊണ്ട് സന്തോഷിക്കല്ലേ. Never ever say that my friends are like this, my colleagues are like this, they are enjoying in the world, so then even I need to be like them. You can never be like them. മോനെ, മുടിയനായ പുത്രൻ ആ കാലത്ത് The prodigal son, അവന് ഇഷ്ടം പോലെ പൈസയായിട്ടാ പോയേ. he had plenty of money in hand.
പക്ഷെ അവസാനം അവൻ പറയാണ്, Finally he came back. എൻ്റെ അപ്പൻ്റെ വീട്ടിലെ സമാധാനം പോലെ എനിക്ക് Praise the Lord. He came back saying that I will go back to my father's house and tell my father, I've sinned against heaven. I've sinned against you. Make me a servant in your house. As he said, and he turned. ഇന്ന് he രാത്രി ഇന്ന് repented. രാവിലെ ദൈവാത്മാവിൽ ദൂത് പറയാണ്, The Spirit of the Lord tells you thus. ഇതുപോലെ ദൈവം ചിലതിനെ മടക്കി കൊണ്ടുവരാതെ ദൈവത്തിന്റെ കൈ എടുക്കത്തില്ല. God, till the time he turns you back, makes you retrace your step, makes you take a U-turn, he will never leave you. His hand will never leave you. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. കാണുന്നറിയാം ഒരു സ്പിരിച്വൽ വാർഫെയർ. Praise the Lord. Understanding that you've got battling against you, against taking your life into eternal damnation. There is warring against you. Knowing that, walk in a manner pleasing God. സ്പിരിച്വൽ വാർഫെയർ Spiritual warfare നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, against your personal life, നിന്റെ മൈൻഡിൽ, against your നിന്റെ mind, ഡിസയർ, against your desire, നിന്റെ ഇമോഷനിൽ all the അവൻ emotions. വ്യാപരിച്ചു There the devil tries to നിത്യതയിൽ influence. പുറത്തു കൊണ്ടുപോയി. He wants to put that verdict on you wherein you're going to eternal hell. നിത്യതയുടെ വെളിപ്പാടിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി. Taking you away from the spiritual revelation, the vision that God has kept for you. ചിലതിനെ ലോക വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോയി. Taking some of them totally into the things of the world. ആമേൻ. ഹല്ലേലൂയ. ലോക വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോയി. Taking you into the things of the അതിന് world. നമ്മൾ സപ്പോർട്ടും കൊടുത്തു. And we gave a support to it. Go, go. Go as you please. ഇഷ്ടം പോലെ പൈസ ഇട്ട് കൊടുത്തു. And we gave a lot of money also. Take money you want, take. നീ സുരിക്ക്, സന്തോഷിക്ക്. Enjoy your life on this earth. ദൈവത്തിന്റെ നടപടി ദൈവം ചെയ്യാൻ തുടങ്ങുമ്പോൾ When God starts doing his work, നിനക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. there's no escapism. ദൈവശബ്ദം ഇന്ന് രാവിലെ കേട്ടോളാം. നീ Listen to God's word very clearly. നിലവിളിച്ച് കരഞ്ഞോടാ. You need to cry and lament because God's word says salvation, even though you say it's by faith through grace I've received, it was at no expense, never think. It was at the expense of His Son being slain on the cross of Calvary that you got grace for free. If so, if you reject such a great salvation, how will you escape the judgment of God? The Bible says so. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Praise the ശാരീരിക Lord. ആവശ്യങ്ങളെക്കാൾ ദൈവത്തിന് മുൻഗണന കൊടുക്കണം. You need to give predominance or importance, priority to godly matters. ദൈവിക വാഗ്ദത്തങ്ങളെ ദുരുപയോഗം ചെയ്യരുത്. The promises that He has given you, never use it for your vain self deeds. ലോകമഹത്വത്തിന് വേണ്ടിയല്ല, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നാം ജീവിക്കണം. Praise the Lord. We should not live for the exaltation that you receive from the world, but live for the exaltation that you get in the presence of God. ഇന്ന് നമുക്ക് ലോകമഹത്വം കിട്ടുന്നുണ്ട്. Today, there are people who will praise you for what you are in the world. നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ, When you go to a house, അയ്യോ നമ്മളൊരു ആൾക്കാരെ കാണുമ്പോൾ, when you see the people, ഷാജികളെ ഭയങ്കര oh my God, this person is such a great person. എന്നെ പൊക്കുന്ന ഇട വരുന്നെങ്കിൽ മഹത്വം ദൈവത്തിനല്ല. Praise the Lord. If there comes a place where, okay, I am being exalted, then my God doesn't receive the glory, the honor and the praise. ഷാജിക്ക് ബാംഗ്ലൂരിൽ അഞ്ചാറ് വീടായി. Now this person has got so many houses, ഭയങ്കര വിലപിടിപ്പുള്ള വണ്ടികളായി, many vehicles. ഭയങ്കര ഹൈ ലെവലാണ്. ലോകമഹത്വമല്ല എനിക്ക് വേണ്ടത് ദൈവമഹത്വമാണ്. Praise the Lord. I don't want man. Jesus said, I don't want the honor of man at all. Likewise, if you seek man's honor, then God will not honor you. നിത്യത Praise the നഷ്ടപ്പെടുന്നതോ Lord. എന്റെ ജീവിതത്തിൽ വേണ്ട. Lord, whatever takes my eternity away, I don't want that. എന്റെ തലമുറയ്ക്ക് വേണ്ട. My children don't need it either. നിത്യനാശത്തിൽ പോകുന്നവരുടെ കൂട്ടത്തിലല്ല എന്റെ അവകാശം നിൽക്കേണ്ടത്, നിത്യ തേജസ്സിലേക്ക് എടുക്കപ്പെടേ. Praise the Lord. I want to be in the group of the people that run towards an eternal inheritance in heaven. I don't want to be amongst those that go into the path of eternal damnation. ഹല്ലേലൂയ. നമ്മുടെ മനസ്സ് ദൈവവചനത്താൽ നിറയുമ്പോൾ, When our words are being filled with the word of God, ആഗ്രഹങ്ങൾ ദൈവഹിതത്തോട് യോജിക്കുമ്പോൾ, and when our mind filled with the word of God and the വികാരങ്ങൾ desires of our heart align with that,
ആമേൻ. വികാരങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാകുന്നു. And when the emotions and all of them align together in one line, നമ്മുടെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വിശുദ്ധ ജീവിതമായി, Then- ഒരു വിശുദ്ധ യാഗമായി then തീരുകയാണ്. our life becomes one wherein it's a pleasing aroma in the sight of God. ഇതാണ് ക്രിസ്തീയ ജീവിതം. This is Christian ഇതാണ് life. ക്രിസ്തീയ ജീവിതം. This is Christian life. ദിസ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഈ വചനം കേട്ടവർ എത്ര പേർക്ക് ബോധ്യമായി ഞാൻ വലിയൊരു യുദ്ധത്തിനകത്ത് Praise the പരാജയം. Lord. Many times can you say today, Lord, the big spiritual battle that came into my life, I have failed, Lord. I have failed the test. ഞാൻ പരാജയപ്പെട്ടു പോയി. I have failed the test. എനിക്ക് മടങ്ങി വരണം. I need to retrace the steps back. എന്നെ കൊണ്ട് ഈ വചനം കേൾപ്പിക്കുന്നതിനകത്തല്ല, വിടുതലിന് വേണ്ടിയാണ് കേട്ടോ. It's for the deliverance. It's not that I become the hearer of this word, but not the doer. വേഗം നടക്കേണ്ട വിടുതലുകൾ നമ്മുടെ മാനസാന്തരത്തിലേ നടക്കത്തുള്ളൂ. Whatever deliverance that has to happen in my life will happen only when I repent. Praise the Lord. നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുന്നതനുസരിച്ചും നമ്മുടെ മാനസാന്തരം അനുസരിച്ചും ചില വിടുതലുകൾ വേഗം നടക്കാൻ Praise the പോകുന്നു. Lord. Based on my repentance, based on just because I've got everything in this world, that doesn't show that I'm perfectly in line with God's will. Not at all. For some things there are delays. God's delays are not as denials. Vision awaits an appointed time, but in the end it will speak, though it tarries, it will surely come. That's not what Pastor is talking about. He's talking when I have changed, my life has changed, it's become in alignment with God and things of God's will, then things. So each of our prayers are very different. For some it's wait, for some it's yes, for some it's no. So just because you get an answer quickly, it's not that God is in favor of you. എൻ്റെ അവകാശത്തിൽ പിശാച് കയറി കിടക്കുന്നു. In my inheritance, you need to ponder your life to see in your inheritance as the devil put a yoke in you and your family or not. എൻ്റെ നന്മയിൽ അവൻ കയറിയിരിക്കുന്നു. Is he there on my inheritance? This also not only speaks about your abundance of materialistic Ende- blessing on your spiritual life as a yoke. എൻ്റെ വാഗ്ദത്തങ്ങൾ പലതിന്ന് അവൻ്റെ അണ്ടറിൽ കിടക്കുന്നു. Is most of my spiritual promises under the yoke of the devil? Ponder over that. ദൈവം എഴുന്നേൽക്കുന്നു. God arises. നീ ചേർന്ന് നിൽക്കാമോ? And then നീ ചേർന്ന് നിൽക്കാമോ? യേശുവിനോട് ചേർന്ന് നിൽക്കാം. you need to stand closer to him. അവനോടുള്ള ജീവിതത്തിലേക്ക് നീ യോജിക്കും. Praise the Lord. When he arises, if you are not there with him, then you will not get the victory. അവന്റെ ഹിതത്തോട് നീ യോജിക്കുമ്പോൾ You need to align with his will. ഈ യുദ്ധം നീ ജയിക്കാൻ പോകുകയാണ്. If you align with his will, then നിന്റെ everything നന്മകൾ- spiritual battle you will overcome. നിന്റെ നന്മ മടങ്ങി വരിക. Against your spiritual life, നിന്റെ materialistic, അവകാശങ്ങൾ മടങ്ങി വരിക. against your health and ഓ everything. നിനക്കുള്ളതെല്ലാം മാറ്റത്തങ്ങൾ നിന്റെ കയ്യിലേക്ക് വരികയാണ്. Everything will be ലഗ്യ, restored back to പ്രഭു, you. ഈ രാവിലെ സമയ the Holy Spirit ദൈവശക്തിയാൽ ദൈവം നമ്മെ നിറയ്ക്കട്ടെ. ഉടവനവനഗജല കുലവനഗജല സഫല പ്രവനിയ ലഗസരി അതിമാരവലഗടക ശന്തനാരവൻ കടച്ചട്ടം ദലമടകധികാരം അതിമാരവശന്തനാർമനഗടക സ്യാധികാരഘടകം. Praise the Lord. Hallelujah. Hallelujah. ഞാൻ വാക്കുകളോട് വിരമിക്കുകയാണ്. I'm going to close in on the word. അടുത്തൊരു സമയം നിങ്ങൾ 10-15 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. I'm giving around 15 minutes to ഈ you. വചനം എവിടെ ക്രിയ ചെയ്തോ? Where has the word penetrated and where is the work done in your life? നിനക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ദൈവ സാന്നിധ്യത്തിൽ പറയാൻ പറ്റുമോ? എനിക്ക് പരാജയങ്ങൾ സംഭവിച്ചു, ഇന്ന് രാവിലെ ഞാൻ ദൈവസന്നിധിയിൽ എന്നെ സമർപ്പിക്കുക, എനിക്ക് എൻ്റെ നന്മകളെ മടക്കി വേണം. Can you stand up in the presence of God and say, I've erred, I've faltered, I would like to retrace my steps back. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല പ്രസംഗങ്ങൾ. I'm not closing in, just saying something and just allowing you to take your own decisions. No. Praise the Lord. Hallelujah. ദൈവ ശബ്ദത്തിന് മുമ്പിൽ നമ്മെ സമർപ്പിച്ചുകൂടെ? We should be submissive and we should be willing to yield into the word of God. എല്ലാവർക്കും മനസ്സിലായി കാണത്തില്ല ഞാൻ വിചാരിക്കുന്നു. I understand, or I presume that most of you would not have understood what is being said. 10 പേർക്ക് മനസ്സിലായോ? Praise God, even if one person understands, it's more than enough. ദൈവം നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. It's because God wants to deliver ഈ you. ദൂത് എന്നോടുണ്ട്. Praise the Lord. I believe the word of the Lord has spoken to me. ഞാനിത് ഏറ്റെടുക്കുകയാണ്. I received the word. എവിടെയെല്ലാം കേറി കഴിഞ്ഞ കാലങ്ങളിൽ കേറി ഇതൊക്കെ പലതിനെ വെട്ടി മാറ്റി
എന്നാൽ ഇനിയും ചില വിടുതലെടുക്കാനുണ്ട്. Praise the Lord. All the battling that came against my life, most of them, I've fought my battles and I've come thus far. There are many more ahead in this road. As I travel towards the end, the finishing line, there are many more hurdles and battles. വചനത്തെ നിസ്സാരമായി കാണല്ലേ. Don't take the word of the Lord lightly. ഇതിനോട് അലംഭാവം കാണിക്കല്ലേ. Do not take it lightly. ഇതിനെ അവഗണിക്കരുത്. Do not take the words that have been spoken lightly, like as told in the parable. അതിന്റെ നഷ്ടം പരിഹരിക്കാൻ നമുക്ക് പറ്റത്തില്ല. Because the loss that comes by taking the word of God lightly, nobody can ever compensate for that loss. സമർപ്പിച്ചു കൊടുക്കാം. Submit before the word. Bless you. May God bless you. ദൈവവചനം ജീവനും സത്യവുമാകയാ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ. ദൈവവചനം ജീവനും സത്യവുമാകയാൽ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ. ആത്മമരണം മാറും, നീലവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ജീവനും നിത്യവുമാകയാ, ദൈവവചനം ജീവനും സത്യവുമാകയാ, ആത്മരക്ഷയുണ്ടേവനും കൈക്കൊണ്ട. ആത്മമരണം മാറും, നീലവൻ മാറും. കേൾക്കുക നാം, കേൾക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കേൾക്കുക നാം കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ.
സർവ്വജനീയനെ കൂടി ശരീരമായി വളർച്ചയോടെ പ്രയാസത്തോടെ ഭവനത്തിലായിരിക്കും. പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. നിശ്ചയിക്കുന്നവരിലായി സ്വീകരിക്കാം. സാക്ഷികൾ എല്ലാവരും ദൈവത്തിൽ സമർപ്പിക്കാം. അർപ്പിക്കേണ്ട ദശാംശങ്ങൾ പ്രധാനങ്ങൾക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവം അർപ്പിച്ച് എല്ലാവരും ദൈവം ഏൽപ്പിക്കും. ഒന്നിനും ഒരു കുറവില്ല. ദൈവം അത്ഭുതകരമായി ദൈവം നടത്തുന്ന ദിവസമായി ദൈവകാര്യങ്ങൾ സമർപ്പിക്കുന്നു. യേശുനാമത്തിൽ തന്നെ. അടുത്ത ആഴ്ച ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂർ ഡിസ്ട്രിക്ട് അവിടുത്തെ ഡിസ്ട്രിക്ട് മീറ്റിങ്ങിൽ ഞാൻ ശുശ്രൂഷിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ എല്ലാ മീറ്റിങ്ങും വെള്ളിയാഴ്ച ഞാൻ തന്നെ പോകുന്നു. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് പോകുന്നു. ശനിയാഴ്ച വൈകിട്ട് ശനിയാഴ്ച ഞായറാഴ്ച നമുക്ക് 2 ശുശ്രൂഷകന്മാരുണ്ടായിരിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ കടന്നുവരിക. ഞാൻ മനീഷോട് കാണുന്നില്ല. ഒരുപക്ഷെ എന്നോട് ഒരു വിശ്വസിക്കുന്ന മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ സ്തോത്രം. അപ്പോൾ പ്രാർത്ഥനയോടെ എല്ലാവരും മീറ്റിങ്ങിൽ കടന്നു വരണം. ഇനി എൻ്റെ അവിടുത്തെ മിനിസ്ട്രി ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ പ്രാർത്ഥന. എല്ലാ സൂം മീറ്റിങ്ങും ഈ ആഴ്ച നമുക്കുണ്ടായിരിക്കും. എല്ലാ ദിവസവും പ്രാർത്ഥനകളും ഉണ്ടായിരിക്കും. രാവിലത്തെ മീറ്റിംഗ് ഉണ്ടായിരിക്കും, വൈകിട്ടത്തെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഒരു മീറ്റിങ്ങും മുടങ്ങുന്നില്ല. എല്ലാവരും ഭംഗിയായി ദൈവം ചെയ്യും. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവങ്ങളെ സമർപ്പിക്കാം. നമ്മൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ മുമ്പോട്ട് വന്ന് ആശീർവാദം നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ നല്ല പിതാവേ, ഈ കർത്തനത്തിന്റെ നല്ല ഭയക്കാലത്തെ ആരാധന കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, കടന്നു വന്ന സമയം എടുത്തോളം അങ്ങനെ സ്തുതിപ്പാനും ആരാധിപ്പാനും അനുഗ്രഹപ്പെട്ട നല്ല സാക്ഷ്യങ്ങൾ കേൾപ്പാനും അനുഗ്രഹപ്പെട്ട തിരുവചനങ്ങൾ ദൈവദാസിൽ കൂടി നൽകപ്പെട്ടതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ആ വചനഭാഗങ്ങൾക്ക് മുമ്പായി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തണം. കർത്താവെ, ലോകം ജഡം പിശാച് നടനമാടുന്ന ഒരു മേഖലയാണല്ലോ ഇന്ന് ദേവദാസിൽ കൂടി ഞങ്ങളെ ഘടിപ്പിച്ചത്. ആ മേഖലയില് പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രണം ഏറ്റെടുക്കണം. കർത്താവെ, ഞങ്ങളുടെ ആ ജഡത്തിന്റെ ഇച്ഛകളെ മരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് പൂർണ്ണമായിട്ട് താഴ്ത്തി സമർപ്പിക്കപ്പെട്ട ഞങ്ങളുടെ വിചാരങ്ങളെയും ഇച്ഛകളെയും ഒക്കെ ചിന്തകളെയും ഒക്കെ പൂർണ്ണമായിട്ട് വിധേയപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ തന്നെ നിയന്ത്രണം ഏറ്റെടുക്കണം. ദാസന് ശക്തിയോടെ വചനം ഘോഷിപ്പാൻ കരങ്ങൾ ഉപയോഗിച്ചതിനായിട്ട് സ്തോത്രം. ദാസിക്കായിട്ട് ദാനമായി കൊടുത്ത തലമുറക്കായിട്ട് സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവെ ഈ വചനഭാഗം കൂടി അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ വലിയൊരു മാറ്റം രൂപാന്തരം നൽകണം. മനസ്സാന്തരം നൽകണമേ. ഞങ്ങളുടെ വിളിക്കുകയൊക്കെ വേണം. ജീവിപ്പാൻ പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതം നയിപ്പാൻ സഹായിക്കണം. കാലങ്ങളുടെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കണം. കാലങ്ങളിൽ സമയങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഭക്തിയോട് ഭയത്തോട് വിശുദ്ധിയോട് നിർമ്മലതയോട് ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണം. പ്രത്യേകിച്ച് ദാസൻ ശുശ്രൂഷയുടെ ബന്ധത്തില് ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ദൈവമേ കേരളക്കാരുടെ തൃശ്ശൂരിന്റെ ഭാഗത്ത് ശുശ്രൂഷ കടന്നു പോകുന്നു. കർത്താവെ, ശുശ്രൂഷ മാനിക്കണം. ആ വേദികൾ ശക്തിയോടെ ഉപയോഗിക്കണം. അനേകർക്ക് കർത്താവെ അവരുടെ ഹൃദയക്കണ്ണികളെ പ്രകാശിപ്പിക്കണം. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തണം. ഭക്തരായിരിക്കും ഞങ്ങളുടെ ദാസി കൊടുത്ത തലമുറക്കായിട്ട് സ്തോത്രം. കർത്താവ്, സഭയിൽ നടക്കുന്ന എല്ലാ ആത്മീയ കൂട്ടായ്മകളെയും ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. ഓരോ കുടുംബങ്ങളെ വ്യക്തി ഞങ്ങളുടെ ബലമുള്ള കരങ്ങൾ താങ്ങി. ആ അനർത്ഥങ്ങളൊന്നും ആരുടെ ജീവിതത്തിൽ വ്യസനകളിൽ തീരുവാൻ അനുവദിക്കരുത്. എല്ലാം ഞങ്ങളുടെ നാമത്തിന്റെ മഹത്വത്തിനായി സഭയെ ഒന്നിച്ച് അനുഗ്രഹിച്ചാണ്. ഇപ്പോൾ ഞങ്ങളുടെ സമാധാനത്തോട് കുറഞ്ഞയച്ചാണ്ട് സാന്നിധ്യം കൂടിയിരിക്കണം. തുടർന്ന് നടക്കുന്ന എല്ലാ ആരാധന കൂട്ടായ്മകളെ അനുഗ്രഹിക്കണം. സകല മാനവും മഹത്വം കിട്ടാം. പ്രാർത്ഥന കേട്ടിക്കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ദിവ്യ സഹവാസവും കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും കൂടെ നാം പ്രാർത്ഥനയിൽ ഓർത്തതായ എല്ലാ വിഷയങ്ങളോടും കൂടെ ഇന്ന് പലരും സംസാരിച്ച കർത്താവിനോടും കൂടി തന്റെ കുടുംബത്തോടും കൂടി നാം എല്ലാവരോടും കൂടി ഇപ്പോൾ മുതൽ എപ്പോഴും ഇരിക്കുമാറാണ്. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. 27-ാം തീയതി മുതൽ ആഗസ്റ്റ് 2-ാം തീയതി 7 ദിവസം നമുക്കവിടെ ഫാസ്റ്റിംഗ് പ്രയറുണ്ട്. രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയുണ്ട്. താമസം 2-ാം തീയതി കോമൺ സർവീസാണ്.
തെലുങ്ക്, തമിഴ്, മലയാളം, ഇംഗ്ലീഷ്. ഓക്കെ, താങ്ക് യു.